സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ആ ഗുഡ് മോർണിംഗിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു, എന്നിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു. ശരി, അപ്പോൾ കെ രാധാകൃഷ്ണന് 2 വട്ടം നോട്ടീസ് നൽകി. ഈ 2 വട്ടവും പാർലമെന്റ് ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ടോ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപ് 2 തവണ കെ രാധാകൃഷ്ണൻ എംപിക്ക് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അദ്ദേഹം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലയളവിലും കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നടന്ന തട്ടിപ്പുകളിൽ കുറിച്ച് വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചത്. എന്തായാലും അന്തിമ കുറ്റപത്രം കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകേണ്ടതുണ്ട്. ആ 2 തവണ നോട്ടീസ് നൽകിയിട്ടും അദ്ദേഹം ഹാജരായിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ 3-ാം തവണ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ വരുന്ന 30-ാം തീയതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 30-ാം തീയതി ഹാജരാകണമെന്നുള്ള ആ രീതിയിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും അദ്ദേഹം അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അവർക്കിനി അന്തിമ കുറ്റപത്രം സമർപ്പിക്കേണ്ടതായുണ്ട്. ഈ മാസം അവസാനത്തിനുള്ളിൽ തന്നെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു ഇഡി തീരുമാനിച്ചിരുന്നത്. പക്ഷേ കെ രാധാകൃഷ്ണൻ എംപിയെ ചോദ്യം ചെയ്യാൻ കഴിയാഞ്ഞതുകൊണ്ട് തന്നെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്തിമ കുറ്റപത്രം എത്രയും വേഗം സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കെ രാധാകൃഷ്ണനെ അതിവേഗത്തിൽ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 30-ാം തീയതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാക്കാനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെയും അദ്ദേഹം അതിനൊരു മറുപടി നൽകിയിട്ടില്ല. സേതു. ശരി, ഓക്കെ സഹിൻ. ഇപ്പോൾ നേരത്തെയൊക്കെ അദ്ദേഹം പറഞ്ഞത് സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള നീക്കമാണെന്നും BJP ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നു എന്നുമൊക്കെ ആയിരുന്നു കെ രാധാകൃഷ്ണന്റെ പ്രതികരണം. ഇപ്പോൾ വീണ്ടും 3-ാം വട്ടവും കൊടുത്തിരിക്കുന്നു. സഹിൻ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ തന്നെ അന്തിമ കുറ്റപത്രം ഈ മാസം തന്നെ നൽകാനിരിക്കുകയാണ് ED. അതിന് തൊട്ട് പിന്നാലെയാണ് വീണ്ടും CPM നേതാക്കളെയൊക്കെ കരുവന്നൂർ കേസിൽ പിടിമുറുക്കിക്കൊണ്ടുള്ള ED നീക്കം.